മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വളരെ ആത്മസംതൃപ്തി തോന്നുന്ന ഒരു പ്രഭാഷണ പരമ്പര നടന്നു. മാതാ അമൃതാനന്ദമയിയുടെ ആസ്ഥാനത്ത് വള്ളിക്കാവില് രാവിലെ 10 മുതൽക്ക് വൈകുന്നേരം 6 മണി വരെ മലയാളത്തിലെ 2 സുദീർഘമായിട്ടുള്ള പ്രഭാഷണങ്ങളും ഇംഗ്ലീഷില് 2 മണിക്കൂറിലധികം വിദേശികൾക്കും വേണ്ടി നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ്. ആയിരക്കണക്കിന് അന്തേവാസികളും അമ്മയുടെ ഭക്തരും അതല്ലാതെ പുറത്തുനിന്ന് വന്നവരും ഞായറാഴ്ച ആയതുകൊണ്ട് അത് കേൾക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവാച്യമായിട്ടുള്ള ഒരു അനുഭൂതിയായിരുന്നു അത്. യഥാർത്ഥത്തിൽ 10 മണിക്ക് ആരംഭിച്ചത് 1 മണിക്ക് അവസാനിച്ചപ്പോൾ ആദ്യത്തെ ക്ലാസ് ആ 3 മണിക്കൂറില് ഒരു വ്യക്തി പോലും അശ്രദ്ധനായിട്ടിരിക്കുകയോ ഒരു വ്യക്തി പോലും കൂട്ടുവായ വിടുകയോ ഉറക്കം തൂങ്ങുകയോ വാച്ച് നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഏതാണ്ട് ആ ഹാളിന്റെ 3/4 ഭാഗത്തിലധികം ശ്രോതാക്കള് ഇരുന്ന്, ഞാൻ അവിടെ 2-3 പ്രാവശ്യം പറയുകയുണ്ടായി, 6-ാം തമ്പുരാൻ എന്ന സിനിമ കാണാനിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബാഹുബലി എന്ന സിനിമ കാണാനിരിക്കുന്ന പോലെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ശ്രദ്ധയോടുകൂടിയിരുന്ന ഒരു സദസ്സ്. അത് മാത്രമല്ല, ഒരു 80-90% വ്യക്തികളും പറയുന്ന പോയിന്റുകൾ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. 3 പ്രിന്റഡ് നോട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ടായിരുന്നു ക്ലാസ് നടത്തിയത്. പദാനുപദം അവരെ കൊണ്ട് വായിപ്പിച്ചു. എന്നിട്ട് അത് പഠിക്കാൻ വേണ്ടി പഠിച്ചാൽ പോരാ, പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി പഠിക്കണം. ഭാരതീയ പൈതൃകം അറിയാൻ ലോക ജനത തുറന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം ക്രിസ്ത്യാനികളും കുറേയെങ്കിലും മുസ്ലിങ്ങളും ഹിന്ദുക്കളും നിരീശ്വരവാദികളും യുക്തിവാദികളുമെല്ലാം ഇത് അറിയാൻ വേണ്ടി അന്വേഷിക്കുന്ന വേളയിൽ വെറും ആത്മീയത അല്ലെങ്കിൽ വെറും പ്രാർത്ഥന, വെറും ആചാരങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. ഞാൻ എന്നും പറയാറുള്ളത് പോലെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ഓരോ പോയിന്റുകളും എടുത്ത് അത് പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ്, വേർഡ് ബൈ വേർഡ് ബൈ വേർഡായിട്ട് സാമാന്യ ജനതയ്ക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വിവരിച്ചു കൊടുക്കണം. അത് വിവരിച്ച് തരുന്നതിന് വേണ്ടിയാണ് പ്രിന്റഡ് നോട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് 3 മണിക്കൂറിലെ ക്ലാസ് എന്ന് പറഞ്ഞ് വിവരിച്ചു കൊടുത്തു. 5 പോയിന്റ് 3 മണിക്കൂർ കൊണ്ടെടുത്തു. അതിനുശേഷം ഇംഗ്ലീഷിലായിരുന്നു. അനവധി ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അത്ഭുതകരമായ വസ്തുത, സാമാന്യം തണുപ്പ്, കടൽക്കാറ്റ്, പിന്നെ മുകളിൽ ഫാൻ, വലിയ ചൂടില്ലാത്ത അന്തരീക്ഷം, നവംബർ മാസം അവസാനത്തെ തണുപ്പ്, കടൽ തീരത്തെ അന്തരീക്ഷം, അതില് വളരെ ശ്രദ്ധയോടുകൂടിയിരുന്ന നോൺ കേരളൈറ്റ്സും നോൺ ഇന്ത്യൻസും അവരുടെ വേവ് ലെങ്തില് പദാനുപദം ഇംഗ്ലീഷ് വിവരിച്ചു കൊടുത്തപ്പോൾ അവരത് സ്വീകരിച്ചു. കൂടാതെ കറക്റ്റ് 4 മണിക്ക് ശേഷം 6 മണി വരെ വീണ്ടും മലയാളത്തില് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതും രാവിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തികൾ കേൾക്കുകയുണ്ടായി. 36 ലൊക്കേഷനില് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലും കോളേജിന്റെ അടുത്തും പിന്നെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തും എല്ലാ സംഭവ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ഈ 36 മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് മുഴുവനും ശ്രദ്ധയോടുകൂടി എല്ലാവരും കേട്ടു. കുറേ അധികം പുസ്തകങ്ങളും CD-കളും അവരുടെ കയ്യിലെത്തിക്കാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ഒരു ധന്യമായിട്ടുള്ള അനുഭവമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു അസാധാരണമായ ആവേശം, ഭാരതീയ പൈതൃകവും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഭാരതത്തിന്റെ തനതായ ആത്മീയതയും
പ്രായോഗികമായ അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയും അതെല്ലാം നമ്മൾ മുമ്പിലിരിക്കുന്നവരുടെ തരംഗ ദൈർഘ്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ എത്ര ആസ്വാദ്യമായിട്ടായിരിക്കും അവരതെല്ലാം സ്വീകരിക്കുക എന്ന് തോന്നി. ഏറ്റവും അധികം സംതൃപ്തിയും ഒരുപക്ഷെ അത്ഭുതവും എന്ന വാക്ക് ഉപയോഗിക്കുകയായിരിക്കും അനുയോജ്യമായിട്ടുള്ളത്. ഹോസ്റ്റലിൽ നിന്ന് ഈ പ്രഭാഷണം മുഴുവനും കേട്ട് തിരിച്ച് വൈകുന്നേരം ആശ്രമത്തിലേക്ക് വന്നവര് പലരും പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ ശബരിമലയിലേക്ക് പോയിരുന്നു. അത് കേരളീയരല്ല, ആന്ധ്രാക്കാരും തമിഴ്നാട്ടിലുള്ളവരും ശബരിമലയിൽ പോയിരുന്നു. അവിടെ ചെയ്യുന്ന തൊഴുത് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലമായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ 7 മണിക്കൂർ സാറിൻ്റെ പ്രഭാഷണം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അയ്യപ്പന്റെ വരദാനമായിട്ടാണ് സാധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറയുകയുണ്ടായി, യുവാക്കളുടെ മനസ്സിലേക്ക് സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി നമ്മളുടെ പൈതൃകത്തിൻ്റെ ഓരോ ബിന്ദുക്കളും അത് യുക്തിക്ക് നിരക്കുന്ന വിധത്തിൽ തന്നെ വിവരിച്ചു കൊടുത്ത് അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് നിർബന്ധിക്കാതെ, വേണമെങ്കിൽ പകർത്തുക, വേണമെങ്കിൽ പഠിക്കുക, വേണമെങ്കിൽ പ്രചരിപ്പിക്കുക, വേണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന സ്വാതന്ത്ര്യവും കൂടി നമ്മുടെ പൂർവീക ഋഷിവര്യന്മാർ നമുക്ക് തന്നതുപോലെയുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ മുമ്പിലിരിക്കുന്നവർക്ക് കൂടി കൊടുക്കുമ്പോൾ അവരതൊരു സത്യപ്രതിജ്ഞ സ്വമനസാലെ എടുക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ എല്ലാം പ്രതികരണം. അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അനുഭൂതിയായിരുന്നു. ഏതായാലും ഞങ്ങൾ അവിടെ ഇതിനെല്ലാത്തിനും കളമൊരുക്കിയത് വളരെ പ്രായമായ, വളരെ പൊക്കം കുറഞ്ഞ ഇന്ത്യൻ ബാങ്കിന്റെ മാനേജറായിരുന്ന പപ്പേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കാരണമാണ് ഈ ബ്രിഡ്ജ് ഉണ്ടായത്. 10-15 വർഷമായിട്ട് ഞാൻ അവിടെ പോവാറുണ്ട്. അവിടെ പോവാറുണ്ടെങ്കിലും ഇത്രയും ഒരു ഫുൾ ഡേ ക്ലാസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുക്കുക എന്നുള്ള ഭാഗ്യം ഉണ്ടായത്. മാത്രമല്ല അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു, 5 മണിക്കൂർ കൊണ്ട് വേദം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. ഈ ആശ്രമത്തിലെ ഈ 10,000-6,000-7,000 വരുന്ന അന്തേവാസികള്, അതില് എൻ്റെ മുമ്പിലിരിക്കുന്ന 2,800ഓളം പേര്, ദൂരെ മാറി നിന്ന് ഈ ആംപ്ലിഫയറിൻ്റെയും മൈക്കിൻ്റെയും സ്പീക്കറിൻ്റെയും മുമ്പിലിരിക്കുന്ന മറ്റ് വ്യക്തികള്, അവരില് കുറച്ചു പേരെങ്കിലും വേദം സ്വരത്തോടുകൂടി വായിക്കാൻ പഠിച്ചാല് ഒരു സംശയവുമില്ല, ഭംഗിയായിട്ട് അടുത്ത തലമുറയിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും. എൻ്റെ മുമ്പിലിരുന്നതില് ഭൂരിഭാഗം വ്യക്തികളും മിഡിൽ ഏജ്ഡ് ആൾക്കാരും യുവാക്കളുമായിരുന്നു. അവരത് ശിരസ വഹിക്കുകയും ചെയ്തു. ഇനി അവിടെ വേദത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഇത്രയും കാലം 10 പേർക്കും 20 പേർക്കും 50-ഉം 100-ഉം 150-ഉം പേർക്ക് വേദത്തിന്റെ ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് ആയിരക്കണക്കിന് വ്യക്തികളെ ഒരുമിച്ച് 1-2 ദിവസം കൊണ്ട് വേദം പഠിപ്പിക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ, അതും ശ്രദ്ധയോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ പൈതൃകം കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ നിസ്വാർത്ഥമായിട്ടുള്ള മനോഭാവത്തോടു കൂടി ഇരിക്കുന്ന വ്യക്തികൾക്ക് ഈ വേദത്തിന്റെ ക്ലാസ് കൂടി കൊടുക്കുകയാണെങ്കിൽ, സത്യസായി ബാബയുടെ ആശ്രമത്തിൽ വേദം പഠിപ്പിക്കുന്നുണ്ട്. അവർ ധാരാളം പേര് പഠിച്ചവർ പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരെ. വിവിധ ഭാഷകളിലേക്ക് വേദത്തും സ്വരത്തോടു കൂടി ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അവരവിടെ ചെയ്യുകയും ഇവിടെ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലും അവരുടെ ആശ്രമങ്ങൾ വേറെ എവിടെയെല്ലാം ഉണ്ടെങ്കിൽ അവിടെയും അവിടെയുള്ള ബ്രഹ്മചാരിണികളും ബ്രഹ്മചാരികളും സന്യാസിമാരും സ്വാമിമാരും ഈ മഹായജ്ഞം ഏറ്റെടുക്കുകയും കൂടി ചെയ്താൽ നമുക്ക് ഏതാണ്ട് നഷ്ടപ്പെട്ടു എന്ന് തോന്നലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വരത്തോടുകൂടി വേദം വായിപ്പിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തിയാൽ അത് വിജയിക്കും. ശരിക്ക് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന ഭഗവാൻ കൃഷ്ണന്റെ വരികള്, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, അധർമ്മം വളരുമ്പോൾ കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് സംഭവിക്കും. അത് ധർമ്മത്തിന്റെ സ്ഥാപനാർത്ഥായ
ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള മഹായജ്ഞത്തില് ഇങ്ങനെ ആശ്രമവുമായിട്ട് ചേർന്ന് നല്ല അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയും അപ്ലൈഡ് സോഷ്യോളജിയും അപ്ലൈഡ് സയൻസും എല്ലാ അപ്ലൈഡ് സൈക്കോളജിയും എല്ലാം ചേർത്തുള്ള ഒരു ക്ലാസ്. ആ ചേർത്തുള്ള ക്ലാസ്സിന് എത്ര ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടി, എൻ്റെ കൂടെയുള്ളവർക്കും അവസരം കിട്ടി. ഒരു അസാധാരണമായ റിസപ്ഷൻ. അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ക്ലാസ്സിന് പോയതും. ഞാൻ നിങ്ങളോടും പറയുന്നു, നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാനും ഈ സംസ്കാരം നിലനിർത്താനും ആരെല്ലാമായിട്ട് യോജിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം അവിടെ വിയോജിപ്പുള്ള കാര്യങ്ങളിൽ യോജിക്കാതെ മാറി നിൽക്കാം, യോജിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ യോജിക്കുക. എല്ലാവരും ആചാര്യന്മാരായിട്ടും ദൈവമായിട്ടും അവതാരമായിട്ടും ഈശ്വരനായിട്ടും എടുക്കേണ്ട കാര്യമില്ല. ഗുരുവായിട്ടെടുക്കാം, ആചാര്യനായിട്ടെടുക്കാം, സുഹൃത്തായിട്ടെടുക്കാം, പ്രവർത്തിക്കാനുള്ള കേന്ദ്രമായിട്ടെടുക്കാം, അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഐഡിയ ലഭിക്കുന്ന സ്ഥലമായിട്ടും നമുക്കെടുക്കാം. എങ്ങനെയാണോ നമുക്ക് സാധിക്കുക. ഇന്ന് ലോകം ഭാരതത്തിൻ്റെതായിട്ടുള്ള സംഭാവനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടത്തില്, ലോക ജനത ഭാരതത്തെ നോക്കുന്ന കാലഘട്ടത്തില്, ലോകത്തിൻ്റെ ആത്മീയ തലസ്ഥാനമെന്ന് സ്വാമി വിവേകാനന്ദനും മാക്സ് മുള്ളറും ആൽബർട്ട് ഐൻസ്റ്റീനും ഒരേ സ്വരത്തിൽ വിവരിച്ച, ലോകത്തിൻ്റെ ആത്മീയ തലസ്ഥാനമെന്ന് ഒരേ സ്വരത്തിൽ വിവരിച്ച ആ ഭാരതത്തില് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാത്ത ഒരു ആത്മീയ സമ്പത്ത് ശുദ്ധീകരിച്ചെടുത്ത് ശ്രീനാരായണ ഗുരുദേവനെ പോലെയും ചട്ടമ്പി സ്വാമികളെ പോലെയും അയ്യങ്കാളിയെ പോലെയും പിന്നെ ആദിമകാലത്തെ ശങ്കരാചാര്യനും വിവേകാനന്ദനും രമണ മഹർഷിയെ പോലെയുള്ളവരെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസ്കാരത്തില് സത്യസായി ബാബയുടെയും ശ്രീ ശ്രീ രവിശങ്കറിന്റെയും മാതാമൃതാനന്ദമയ്യുടെയും പ്രായോഗിക ആത്മീയതയും ഈ ഗ്രന്ഥങ്ങളിൽ ലഭ്യമായ താത്വികമായ ആത്മീയതയും അത് ആധുനിക കാലഘട്ടത്തില് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്ക് അനുയോജ്യമാം വിധത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാവരും അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന്, പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലത്തിൽ വിലസുന്ന അമ്മയുടെ ശിഷ്യഗണങ്ങളും അന്തേവാസികളും പോലും ഈ 7-8 മണിക്കൂർ ഇത് കേൾക്കാനിരുന്നപ്പോൾ അതിൻ്റെ സ്മരണ ഇന്ന് അയവിറക്കിക്കൊണ്ട് നിങ്ങളോട് പറയുന്നു. സാധിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാം. എതിർപ്പുകൾ ഉണ്ടാവാം, അവഹേളനങ്ങൾ ഉണ്ടാവാം, പുച്ഛമായിട്ട് സംസാരിക്കുന്നവരുണ്ടാകാം, ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്നവരുണ്ടാവാം. ഒരു കാര്യം ഉറപ്പാണ്, ശ്രീ നരേന്ദ്രമോദി അമ്മയുടെ കയ്യിൽ ചാപ്പ കുത്തിയ ആളാണ്. ആ അമ്മയുടെ ശാപം ഇയാള് എത്ര കാലം അനുഭവിച്ചാലും തീരില്ല എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ തോന്നി 2-3 ദിവസം മുമ്പ്. അപ്പൊ അമ്മ എന്നുള്ളതും അമ്മ ശപിക്കുമെന്നുള്ളതും ശാപമെന്നുള്ളതും ഉണ്ട് എന്ന് 93ാമത്തെ വയസ്സില് ശ്രീ VS അച്യുതാനന്ദന് തോന്നിയതുപോലെ പഴയത് പലതും ഇന്ന് അതിനെ നിരാകരിച്ചവരും എതിർത്തവരും പുച്ഛിച്ചവരും അവഹേളിച്ചവരും 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മളുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും നിറഞ്ഞിരിക്കുന്ന ഈ ധന്യമായ പൈതൃകം ഭാരതത്തിലെ ഹിന്ദുക്കളായിരുന്നവരും ഹിന്ദുക്കളായി ജീവിക്കുന്നവരും 2 വിഭാഗക്കാർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സംസ്കാരം ലോകത്തില് എല്ലായിടത്തും വിളക്കായിട്ട് പ്രകാശമായിട്ട് നിലനിൽക്കുമെന്നുള്ളതിന് ഉറപ്പാണ് എന്നൊരു തോന്നല് ഇന്നലത്തെ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ മനസ്സിലുള്ളവർക്ക് തോന്നി. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.